ഇന്ന് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഞാൻ ഊണിൻ്റെ കൂടെ കാണിക്കാൻ വേണ്ടി പോണത്. ചിലതിൻ്റെ കൂടെ ചിലത് എന്നുള്ളത് വീഡിയോയ്ക്ക് വേണ്ടിയാണെങ്കിൽ പോലും പറയുമ്പോൾ നമുക്കിങ്ങനെ കൊതി വരണത്ര സ്വാദുള്ള ഒരു കോമ്പിനേഷൻ. കൂർക്കയൊക്കെ കിട്ടി തുടങ്ങിയോണ്ട് കൂർക്ക പെരളനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കൂർക്ക പെരളൻ എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല കേട്ടോ. കുരുമുളകിൽ നന്നായിട്ട് പെരട്ടിയെടുത്തതാണ് പെരളൻ. ഇതിൻ്റെ കൂടെ ഒരു അസല് പച്ചടിയും കൂടി ആയാൽ പിന്നെ പറയാൻ വേണ്ട. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോംബോ. തൊട്ടുകൂട്ടാൻ നല്ല ചൊനയുള്ള ഒരു കടുമാങ്ങയുടെ കഷ്ണവും അതിൻ്റെ കുറച്ച് വെള്ളവും കൂടി ഇല്ലെങ്കിൽ ഈ ഒരു കോംബോ പൂർണ്ണമാവില്ല കേട്ടോ. മസാലകളുടെ അതിപ്രസരം ഒന്നുമില്ലാത്ത വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ച് കോംബോ ആണിത്. പെരുപ്പിച്ച് പറയാൻ മാത്രമോ ഒരുപാട് കാണിക്കാൻ മാത്രമോ ഒന്നുമില്ലെങ്കിലും സ്വാദ് ഒട്ടും കുറയില്ല കേട്ടോ. കുറച്ച് കൂർക്ക എടുത്തിട്ടുണ്ട്. കൂർക്ക തൊലി കളഞ്ഞതിന് ശേഷം വലുപ്പമുള്ള കൂർക്കയാണെന്നുണ്ടെങ്കിൽ അതിനെ 4 ആക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട്. ചെറിയ കൂർക്കകൾ മുഴുവനോടെ തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഈ കൂർക്ക വെച്ചിട്ട് ഒരു പെരളനാണ്. ഈ പെരളൻ എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ മുത്തശ്ശിയൊക്കെ ഉണ്ടാക്കിയിരുന്നതാണ്. മെഴുക്ക് പുരട്ടിക്ക് ഏകദേശം സാമ്യമുണ്ട്. പെരളൻ എന്ന് പറഞ്ഞാൽ ഇത്രേ അർത്ഥമുള്ളൂ. നമ്മൾ ഒരുപാട് ഈ ഉള്ളി, മുളക്, വെളുത്തുള്ളി അങ്ങനത്തെ മസാലകളൊന്നും ഉപയോഗിക്കാതെ വെറുതെ മെഴുക്കിൽ പുരട്ടിയെടുക്കുക. അതായത് മെഴുക്കിലിങ്ങനെ പെരണ്ട് കിടക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഈ പെരളൻ എന്ന് പറയുന്നത്. പക്ഷെ ഒരു വ്യത്യാസം എന്താ വെച്ചാൽ ഇതിൽ എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. അല്ലാതെ നമ്മൾ ഇപ്പോൾ എന്താ പറയുക വറ്റൽമുളകോ മുളക് പൊടിയോ പച്ചമുളകോ ഒന്നും ഇതിൽ ചേർക്കില്ല. അപ്പോൾ കുരുമുളക് ഞാനിവിടെ എനിക്ക് കുറച്ച് സ്പൈസി ആയിട്ട് വേണ്ടതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അത്രയും വേണ്ടാത്തവർ കുറച്ചെടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. അപ്പോൾ ഈ ഒരു മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്തിട്ട് കൂർക്ക നന്നായിട്ടൊന്ന് തിരുമ്പി യോജിപ്പിക്കണം കേട്ടോ. ഉപ്പ് ഇപ്പോൾ ചേർക്കണ്ട. കൂർക്ക വെന്തതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർക്കാം. അടുപ്പത്ത് വെച്ച് തീ കത്തിച്ചതിന് ശേഷം ഇതിലേക്ക് മുങ്ങാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കിതിനെ നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഇങ്ങനെ തിരുമ്പി വെക്കുമ്പോൾ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ എല്ലായിടത്തും യോജിച്ചിട്ടും ഉണ്ടാവും. ഇനി ഈ ഒരു പെരളൻ്റെ കൂടെ ഏറ്റവും മാച്ചായിട്ടുള്ള ഒരു കോംബോ ആണ് കേട്ടോ കാണിക്കണത്. അത് വാഴപ്പിണ്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ വാഴപ്പിണ്ടി ഇല്ലാത്തവർ സാധാരണ പോലെ പച്ചടി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ബീറ്റ്റൂട്ട് അല്ലെങ്കിൽ വെള്ളരിക്ക, കുക്കുംബർ, പിന്നെന്താ സദ്യക്ക് ഉപയോഗിക്കുന്ന ഒരു വിധം പച്ച മത്തൻ ഉണ്ടെങ്കിൽ പച്ച മത്തങ്ങ, അങ്ങനെ കുമ്പളങ്ങ, ഏത് കഷ്ണം വേണമെങ്കിലും എടുക്കാം. ഇപ്പം ഞാൻ പിണ്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കണം. കൂർക്ക അപ്പുറത്ത് തിളച്ചതൊന്ന് വേവണ സമയം കൊണ്ട് നമുക്ക് ഈ പച്ചടി ഉണ്ടാക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കില്ലല്ലോ, വെളുത്ത നിറത്തിലാണ് ഉണ്ടാവുക. പിന്നെ ഈ പിണ്ടി പച്ചടിയുടെ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പറയാണ്. പിണ്ടി വേവിക്കാതെയും ചെയ്യാം കേട്ടോ. പച്ചപ്പിണ്ടി നമ്മൾ സാലഡൊക്കെ പോലെ പിണ്ടി സാലഡൊക്കെ ഉണ്ടാക്കുമ്പോൾ വേവിക്കാതെ പച്ചക്കാണ് കഴിക്കുക. അപ്പോൾ അതുപോലെ വേവിക്കാതെ നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ വേവിച്ചിട്ടാണ് ചെയ്യണത്. പിണ്ടിക്ക് അധികം വേവൊന്നുമില്ല. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതിയാവും. അതൊന്ന് വെന്ത് വരട്ടെ. ഒരു 1/4 ഭാഗം വെന്താൽ മതി. പച്ചടിയിലേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു ചെറിയ മുറി തേങ്ങ, വലിയ മുറി തേങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരു പകുതിയോളൊക്കെ എടുത്താൽ മതിയാവും. അതിൻ്റെ കൂടെ ഒരു 1.5 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 2 ടീസ്പൂൺ അളവിൽ പച്ചക്കടുക്. കടുകും തേങ്ങയും കൂടി ആദ്യം ഒന്ന് ചതയ്ക്കാം. അതിനുശേഷം പച്ചമുളക് ചേർത്ത് ചതയ്ക്കാം. കടുകും തേങ്ങയും ഒന്ന് ചതഞ്ഞതിന് ശേഷം അതിലേക്ക് എരിവിനനുസരിച്ചിട്ട് 3 or 4 പച്ചമുളക് കൂടി ചേർത്ത് ചതയ്ക്കുകയാണ്. തൈര് ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ ഈ തേങ്ങയിലേക്ക് തേങ്ങയും കടുകും പച്ചമുളകും കൂടിയിട്ടാണ് ഒന്ന് ഒതുക്കി എടുത്തിരിക്കുന്നത്. ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ. തൈര് നമ്മൾ പിണ്ടിയിലേക്കാണ് ചേർക്കാൻ പോണത്. കൂർക്ക ഒരു പകുതി ഭാഗം വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. വെള്ളം നല്ലോണം വറ്റി വരണ സമയത്ത് വെളിച്ചെണ്ണ 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ഇതിൽ നന്നായിട്ട് പെരട്ടിയെടുക്കണം വെളിച്ചെണ്ണയിൽ. എന്നാൽ മാത്രമാണ് പെരളൻ എന്നുള്ള പേര് ഇതിനൊരർത്ഥം ഉണ്ടാവുള്ളൂ, സ്വാദും ഉണ്ടാവുള്ളൂ. കൂർക്കയ്ക്കൊക്കെ ഈ കറിയുള്ള സാധനങ്ങളുണ്ടല്ലോ, കായ, അതുപോലെ ഈ കൂർക്ക ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നന്നായിട്ട് വെളിച്ചെണ്ണ വേണം. എന്നാൽ മാത്രമേ ആ സ്വാദ് നന്നായിട്ട് വരുള്ളൂ. ഇത് സെയിം ഇതേ റെസിപ്പി തന്നെ ചേന വെച്ചിട്ടും നമുക്ക് കായ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. കായൊക്കെ ആകുമ്പോൾ ആ കായയുടെ തൊണ്ടോട് കൂടിയിട്ട് ഇതുപോലെ ചെയ്തു നോക്കും. തൊണ്ട് വല്ലാതെ കളയരുത്, കായയുടെ തൊലി വല്ലാതെ കളയരുത്. ഒന്ന് ചുരണ്ടിയതിന് ശേഷം ഇതുപോലെ ചെയ്ത് നോക്കണം, സ്വാദാണ്. ഇനി മെഴുക്കിലൊന്ന് ഇളക്കി ഒരു 2 മിനിറ്റ് ഒന്ന് ഇരുന്നോട്ടെ. ശരിക്കും പറഞ്ഞാൽ ഇതുണ്ടെങ്കിൽ ഒരു തൈരും ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട, അത്രയ്ക്ക് സ്വാദാണ്. ഈ പിണ്ടി വെന്ത അടുപ്പത്തുനിന്ന് വാങ്ങിയിട്ട് നന്നായിട്ട് ചൂടാറണം കേട്ടോ. ചൂടാറിയ ശേഷം മാത്രമാണ് തേങ്ങയും തൈരും ചേർക്കാവൂ. ഇതിൽ തൈരും ചൂടാവേണ്ട ആവശ്യമില്ല, തേങ്ങയും ചൂടാവേണ്ട ആവശ്യമില്ല. ചതച്ച് വെച്ചിട്ടുള്ളത് ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള നല്ല കട്ട തൈര് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ.
തൈര് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതാണ് വളരെ സ്വാദുള്ളൊരു പിണ്ടിപ്പച്ചടി. ഇത് ലൂസാക്കി കുറച്ചും കൂടി വേണ്ടവർക്ക് ഒരു ഒഴിച്ചുകൂട്ടാൻ പോലെ കൂട്ടിയാലും തെറ്റൊന്നുമില്ല കേട്ടോ. പക്ഷെ നമുക്ക് പച്ചടിയുടെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കുറച്ചൊരു കട്ടിയിലായതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങനെ ആക്കിയെന്നേ ഉള്ളൂ. ലൂസായിട്ട് വേണ്ടവർക്ക് ലൂസാക്കിയിട്ട് നന്നായിട്ട് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി വറുത്തിടാം. ഞാനിപ്പോൾ ഇതിൽ വറുത്തിടുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഈ കൂർക്കയിൽ തന്നെ ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്തിടണ്ടെന്ന് വിചാരിക്കുന്നു. പക്ഷേ വെളിച്ചെണ്ണയിൽ കുറച്ച് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി വറുത്തിട്ടാലാണ് ശരിക്കും നന്നായിട്ട് സ്വാദുണ്ടാവുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ഇത്തിരി കുറവുണ്ട്. നമ്മൾ പിണ്ടിയിൽ ഇത്തിരി ഉപ്പിട്ടിട്ടാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ തൈര് ചേർത്ത് കഴിയുമ്പോൾ ആ ഒരു തൈരിലേക്കും കൂടി ഉപ്പ് പിടിക്കാൻ വേണ്ടി ലേശം കൂടി ഉപ്പ് ചേർത്തിട്ട് ഇളക്കാം. അപ്പോൾ റെഡിയായി നമ്മുടെ ഉഗ്രൻ കോംബോ.